ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. കാശ്മീർ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇന്നും സംഘർഷഭരിതമായി തുടരുന്നു. ഈ സംഘർഷം പലപ്പോഴും ഒരു യുദ്ധത്തിന്റെ വക്കോളം വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു ആണവ യുദ്ധത്തിലേക്ക് ഈ സംഘർഷം നീങ്ങുന്നത് തടയാൻ താൻ പ്രധാന പങ്ക് വഹിച്ചുവെന്ന് വീണ്ടും അവകാശപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നയതന്ത്രവും വ്യാപാര സമ്മർദ്ദവും ഉപയോഗിച്ച് താനാണ് അത് അവസാനിപ്പിച്ചതെന്നാണ് ട്രംപിന്റെ അവകാശം. എന്നാൽ ഈ വിഷയത്തിൽ മൂന്നാം കക്ഷിക്ക് ഒരു പങ്കുമില്ലെന്ന് ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കി. വൈറ്റ് ഹൗസിൽ നടന്ന ഒരു പ്രസംഗത്തിലാണ് ട്രംപ് ഈ അവകാശവാദം ഉന്നയിച്ചത്. ഞാൻ മോദിയോട് സംസാരിച്ചു, അദ്ദേഹം ഒരു അത്ഭുതകരമായ വ്യക്തിയാണ്. ഞാൻ ചോദിച്ചു, പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത്? ഇനി ഞാൻ പാകിസ്ഥാനോട് സംസാരിച്ചു, നിങ്ങൾ യുദ്ധത്തിന് പോയാൽ വ്യാപാര കരാർ ഇല്ലെന്ന് പറഞ്ഞു എന്നാണ് ട്രംപിന്റെ വാദം. പാകിസ്ഥാനെ കനത്ത തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അത്തരമൊരു യുദ്ധം താൻ മുന്നറിയിപ്പ് നൽകിയതായും ട്രംപ് അവകാശപ്പെട്ടു. ഈ മുന്നറിയിപ്പിന് ശേഷം വെറും 5 മണിക്കൂറിനുള്ളിൽ പ്രശ്നം പരിഹരിച്ചുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം 2019 ഫെബ്രുവരിയിൽ പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം രൂക്ഷമായിരുന്നു. ഈ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ ബലാക്കോട്ടയിൽ വ്യോമാക്രമണം നടത്തി. ഈ സമയത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു യുദ്ധ സാധ്യത നിലനിന്നിരുന്നു. ഈ സംഘർഷം ഒഴിവാക്കാൻ പല രാജ്യങ്ങളും ശ്രമിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് താൻ പ്രശ്നത്തിൽ ഇടപെട്ടതെന്നും അതൊരു ആണവ യുദ്ധത്തിലേക്ക് നീങ്ങാതെ നോക്കിയത് താനാണെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ട്രംപ് സ്വീകരിച്ച വിദേശ നയം പരമ്പരാഗത നയതന്ത്ര രീതികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. സാമ്പത്തിക സമ്മർദ്ദം, വ്യാപാര ഉപരോധങ്ങൾ, നേരിട്ടുള്ള ഭീഷണികൾ എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആയുധങ്ങൾ. ട്രംപ് അവകാശപ്പെടുന്നത് പോലെ വ്യാപാര ഉടമ്പടികൾ റദ്ദാക്കുമെന്ന ഭീഷണി പാകിസ്ഥാനെ സ്വാധീനിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ത്യയുമായുള്ള ബന്ധം തകരാതെ സൂക്ഷിക്കാൻ ട്രംപ് ശ്രദ്ധിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സൗഹൃദം പലപ്പോഴും പ്രകടമായിരുന്നു. എനിക്ക് മോദിയുമായി നല്ല ബന്ധമുണ്ടെന്ന് ട്രംപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ട്രംപിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആഗോളതലത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഈ അവകാശവാദത്തെ സംശയത്തോടെയാണ് കാണുന്നത്. ട്രംപ് പലപ്പോഴും സ്വന്തം നേട്ടങ്ങൾ അതിശയോക്തിപരമായി അവതരിപ്പിക്കാറുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. പുൽവാമ ആക്രമണത്തിന് ശേഷമുള്ള സംഘർഷം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ആഗ്രഹിച്ചിരുന്നില്ല. ഇന്ത്യ ബാലക്കോട്ടിലെ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചത് തങ്ങളുടെ പ്രതിരോധ ശേഷി ലോകത്തെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു. അതിനുശേഷം യുദ്ധം ഒഴിവാക്കുന്നതിന് ഇരു രാജ്യങ്ങളും പിന്നോട്ടടിച്ചു. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ ഇടപെടൽ ഒരു പക്ഷേ വേഗത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് സഹായകരമായിരിക്കുമെങ്കിലും അതൊരു ആണവ യുദ്ധം ഒഴിവാക്കി എന്ന് പറയുന്നത് അതിശയോക്തിപരമായിരിക്കാം. ട്രംപിന്റെ അവകാശവാദങ്ങളെ ഇന്ത്യ ശക്തമായി നിഷേധിച്ചു. പുൽവാമ ആക്രമണത്തിന് ശേഷം നടന്ന സൈനിക നടപടികൾ ഇന്ത്യയുടെ പരമാധികാരവും ദേശീയ സുരക്ഷയും സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്ന നിലപാടാണ് ഇന്ത്യ ഇന്നും സ്വീകരിക്കുന്നത്. അമേരിക്കയുമായുള്ള സൗഹൃദം നിലനിർത്താൻ ശ്രമിക്കുമ്പോഴും ദേശീയ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യയുടെയും അമേരിക്കയുടെയും നയതന്ത്ര ബന്ധത്തിൽ ഒരു നേരിയ ഉലച്ചിൽ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അത് വലിയൊരു പ്രതിസന്ധിക്ക് കാരണമാവില്ലെന്നാണ് നിരീക്ഷകർ പറയുന്നത്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ഈ ചെറിയ പ്രസ്താവനകളെക്കാൾ വലുതാണ്. എങ്കിലും ഈ പ്രസ്താവന ട്രംപിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അദ്ദേഹം ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ അണികളിൽ ആവേശം സൃഷ്ടിക്കാനും അദ്ദേഹത്തിന്റെ നേതൃശേഷി ഉയർത്തിക്കാണിക്കാനും വേണ്ടിയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ അവകാശവാദങ്ങൾ ഇന്ത്യ പാക് ബന്ധത്തെക്കുറിച്ചും അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ അദ്ദേഹത്തിന്റെ നിലപാടുകളെക്കുറിച്ചും പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. യുദ്ധം ഒഴിവാക്കിയെന്ന ട്രംപിന്റെ അവകാശവാദത്തെ ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രമാണ് പലരും കാണുന്നത്. എങ്കിലും ഈ പ്രസ്താവനയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഇന്ത്യ പാക് സംഘർഷം ഒരു ആണവ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സാധ്യത വളരെ കുറവാണെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു. ഇരു രാജ്യങ്ങൾക്കും ആണവായുധങ്ങൾ ഉണ്ടെന്നത് ഒരു പ്രതിരോധമായി പ്രവർത്തിക്കും. ഇരു രാജ്യങ്ങൾക്കും പരസ്പരം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നതിനാൽ ഒരു രാജ്യവും ആണവ യുദ്ധത്തിന് മുൻകൈ എടുക്കില്ല. ഈ സാഹചര്യത്തിലാണ് ഒരു ആണവ യുദ്ധം ഒഴിവാക്കിയെന്ന ട്രംപിന്റെ വാദം അതിശയോക്തിപരമാണെന്ന് നിരീക്ഷകർ പറയുന്നത്.
ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പലതുണ്ട്. സ്വന്തം നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഇത്തരത്തിൽ സംസാരിക്കുന്നത്. മുമ്പ് ഉത്തര കൊറിയയുമായി ഉണ്ടാക്കിയ കരാറുകൾ, ചൈനയുമായുള്ള വ്യാപാര കരാറുകൾ എന്നിവയെക്കുറിച്ചും ട്രംപ് സമാനമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ട്രംപിന്റെ ഈ പ്രസ്താവന ആഗോള മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ടുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യ സ്വന്തം തീരുമാനമെടുക്കുകയും ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഈ നിലപാട് ഇന്ത്യയുടെ പരമാധികാരത്തെയും ദേശീയ താൽപര്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഈ പ്രസ്താവന ഭാവിയിൽ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കാത്തിരുന്ന് കാണാം.